ഞാൻ പറഞ്ഞ ബേബി ഗേൾ കണ്ടു. പക്ഷേ ബേബി ഗേൾ ആരുടെയാണ് ബേബി ഗേൾ? ആ ഫാമിലിയാണ് എന്നോടൊപ്പം. ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പം എൻ്റെ അടുത്താണ് അഖിലിരുന്നത്. അഖിൽ കുറേ നേരം കണ്ണ് നനഞ്ഞ് കണ്ണ് തുടയ്ക്കുന്നത് ഞാൻ കണ്ടു. ആ ഒരു ഫീല് അഖിലിന് കിട്ടുന്നുണ്ട്. അഖിലെ ഞാൻ കാണുന്നുണ്ട് അഖിൽ കരയുന്നത്. സത്യസന്ധമായിട്ട് പറയാം, അഖിൽ കരയുന്നത് കാണുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു അത്ര ഒരു ഇമോഷൻ? മോസ്റ്റ്ലി നല്ല ഞാൻ സിനിമയ്ക്കകത്ത് ബേബി ഗേൾ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് ഫസ്റ്റ് അവിടെ വന്നപ്പോൾ തന്നെ ഓഫീസിൽ നമ്മുടെ മാജിക് ഫിലിംസിൽ തന്നെ വന്നപ്പോൾ തന്നെ കുട്ടിയെ അന്വേഷിച്ച് തുടങ്ങിയായിരുന്നു. അപ്പോൾ എൻ്റെ മോൻ്റെ പെട്ടെന്നൊരു എൻട്രിയാണ്, ബേബി ബോയ് ആണേ. അപ്പോൾ പെട്ടെന്നൊരു എൻട്രിയാണ് രുദ്രാക്ഷിൻ്റെ. അപ്പോൾ എൻ്റെ ഫാമിലിയെ കൺവിൻസ് ചെയ്യണം. എൻ്റെ മനസ്സിലുണ്ട് കുട്ടിയെ കിട്ടില്ല, വേറെ കുട്ടിയെ കിട്ടില്ല, എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ എൻ്റെ ഫാമിലിയെ എങ്ങനെ കൺവിൻസ് ചെയ്യണം എന്നുള്ള സാധനം എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡയറക്ടർ വന്നു, സഞ്ജയേട്ടൻ വന്നു, ലിസി സാർ വന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചു, എടാ എങ്ങനെയാണ് കുട്ടിയുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോഴും എൻ്റെ ബാക്കപ്പ് ബി ഓപ്ഷൻ ഞാനുണ്ട്, എ ഓപ്ഷൻ കിട്ടുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ബി ഓപ്ഷനിലേക്ക് തന്നെ പോകേണ്ട ഒരു അവസ്ഥ വന്നത്. പിന്നെ ഫാമിലിയെ എനിക്ക് പെട്ടെന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റി. കാരണം വെച്ചാൽ ഞാൻ ഈ സിനിമയ്ക്ക് ഇത്രയും വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് അറിയാം ഞാൻ എടുക്കുന്ന എഫേർട്ട്. ഞാൻ ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിൽ യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ച ചെയ്യത്തില്ലെന്ന് അറിയാവുന്നത് കൊണ്ടും എൻ്റെ ഫാമിലിയെ എനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റി. പിന്നെ ലൊക്കേഷൻസ്, ഓരോ ലൊക്കേഷൻസ് കാണുമ്പോൾ മോസ്റ്റ്ലി ഇപ്പം 49 ഡേയ്സ് ഉണ്ടായിരുന്നു പടം. അപ്പം മോസ്റ്റ്ലി ഒരു 20 ഡേയ്സ് 25 ഡേയ്സോളം റോട്ടിൽ തന്നെ ആയിരുന്നു ഷൂട്ട്. അപ്പോൾ അതെല്ലാം ആ വിഷ്വലെല്ലാം കാണുന്നു, കുട്ടി കാണുന്നു, കുഞ്ഞിനെ മോനെ കാണുന്നു. അപ്പോൾ അവിടെ ഉണ്ടായ കുറേ പ്രതിസന്ധികളൊക്കെ മനസ്സിൽ വന്നു. കുഞ്ഞിനെ കരയുമ്പോൾ ഓടിക്കൊണ്ട് ക്യാരവാനിലോട്ട് ഓടുന്നു, തിരിച്ച് പിന്നെ എടുത്തുകൊണ്ട് വരുന്നു. അപ്പോഴെല്ലാം ഡോക്ടർ ഫെസിലിറ്റീസ്, ആംബുലൻസ്, എല്ലാ ഫെസിലിറ്റീസും എനിക്ക് സാർ ഒരുക്കി തന്നായിരുന്നു. കാരണം ഒരു രീതിയിലുള്ള റിസ്ക് നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ കുറേ നെഗറ്റീവ് കമൻറ്റ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചു. പക്ഷേ അത് എനിക്കറിയാം, പക്ഷേ ഫാമിലിക്ക് അറിയത്തില്ല. അവർ ഇതുപോലെ പൈസയ്ക്ക് വേണ്ടി കുഞ്ഞിനെ വിറ്റു, അങ്ങനെയൊക്കെ കുറേ കമൻസുകൾ വന്നപ്പം ഞാൻ ശരിക്കും ഈ പടത്തിൻ്റെ എക്സിക്യൂട്ടീവ് ലൈൻ പ്രൊഡ്യൂസറാണ്. അപ്പം സിനിമയിൽ കൂടുതൽ റിസ്ക് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പൈസ നോക്കത്തില്ല. എൻ്റെ ബ്ലഡിനാണ് ഞാൻ കൊടുത്തത്. കാരണം വെച്ചാൽ സിനിമ ഞാൻ അത്ര സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എഫേർട്ട് ഞാൻ പടത്തിലും കാണിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ലൈഫിലും കാണിക്കുന്നുണ്ട്. അതാണ് എൻ്റെ കുഞ്ഞിൻ്റെ ഓരോ മൊമെൻറ്റ്സുകളും അവൻ ജീവിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ഞാൻ അച്ഛനാണ്. അപ്പം പെട്ടെന്ന് എനിക്ക് ഇമോഷണലി ഇമോഷണലി ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ വന്നപ്പോഴത്തേക്ക് കരയേണ്ട ഒരു അവസ്ഥ വന്നു. എന്തായാലും പടം ഹിറ്റായി. എല്ലാവരും എൻ്റെ മോനെ പടവത്തെയും വിജയിപ്പിക്കുക. ഒരു അമ്മയെന്ന നിലയിൽ സിനിമ കണ്ടപ്പോൾ എന്താ തോന്നുന്നത്? കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി. കുഞ്ഞിനെ സ്ക്രീനിൽ കണ്ടപ്പോൾ പിന്നെ സന്തോഷമുണ്ട്, കുഞ്ഞിനെ കാണാൻ പറ്റിയില്ല സ്ക്രീനിൽ. കുട്ടിയെ കൊണ്ട് ഓരോ സ്ഥലത്ത് കിടത്തുന്നുണ്ടോ? ആ കിടക്കുന്ന ആ ഫീൽ എങ്ങനെ? ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു, കണ്ണ് നിറഞ്ഞ്. കുഴപ്പമില്ല. ഈ കമന്റുകളൊക്കെ നെഗറ്റീവ് കമന്റൊക്കെ വന്നപ്പോൾ എന്താ തോന്നുന്നത്? വിഷമമായിരുന്നു. ഞാൻ ഹസ്ബൻഡിനെ കൊണ്ട് കാണിച്ചതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. കുഞ്ഞിനെ പണയം വെച്ചൊന്നും പണത്തിന് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ വിഷമായി. ഇപ്പൊ ഹാപ്പിയല്ലേ? ഇപ്പൊ ഹാപ്പിയാണ്. രണ്ടുപേരും ഹാപ്പിയല്ലേ? ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. ഈ കുട്ടിയെ ഇങ്ങനെ കൊടുക്കാമെന്നുള്ള തീരുമാനം ആദ്യം വന്ന് അഖിൽ പറഞ്ഞു, ഇങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം എന്താ പറഞ്ഞത്? കുഞ്ഞ് ജനിക്കട്ടെ, നമുക്ക് നോക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. കുഴപ്പമില്ല, അവന് കുഴപ്പമില്ല, നല്ല രീതിയിൽ ജനിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഇതില് ഏറ്റവും കൂടുതൽ സീനിൽ വന്നപ്പോൾ കരഞ്ഞ ഒരു സിറ്റുവേഷൻ ഏതായിരുന്നു? ലാസ്റ്റ് ലിജോമോടെ കയ്യിൽ പിടിച്ചതും പിന്നെ അങ്ങനെ ഒത്തിരി സീനുകളുണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടം വണ്ടിയിൽ ഉള്ള ഒരു സീനുണ്ട്. അത് സിനിമ കാണുമ്പോൾ ഏത് വണ്ടിയിലാണ് എങ്ങനെയാണ് നിങ്ങൾ സിനിമ കണ്ട് തീരുമാനിക്കും. പക്ഷേ അഖിലെ ബിഗ് സല്യൂട്ടാണ് കേട്ടോ ഈ ഫാമിലിക്കുള്ളത്, ബിഗ് സല്യൂട്ട്. ഈ സമയത്ത് ഇങ്ങനെ കുട്ടി നമ്മുടെ അഖിൽ പറഞ്ഞ എൻ്റെ ചോരയാണത്. ആ കുട്ടിയാണ് നമ്മൾ സിനിമയിൽ, അതൊരു ഭാഗ്യമാണ്. അതെ, ഭാഗ്യം തന്നെയാണ്, ഒരു മാറ്റമില്ല. അതെ. ഓൾമോസ്റ്റ് 45 ഡേയ്സ് കുഞ്ഞുണ്ടായിരുന്നു, സെറ്റിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇവളെ സിസേറിയനും കൂടെ ആയിരുന്നു. അപ്പോൾ ഇവളെ ആംബുലൻസിൽ കൊണ്ടുവരുന്നു, കുഞ്ഞിനെ ഒരു സൈഡിൽ കൊണ്ടുവരുന്നു. മൊത്തത്തിൽ ടോട്ടലി റിസ്ക് എലമെൻറ്റ് ഹൈ ആയിരുന്നു. എന്തായാലും ദൈവം സഹായിച്ച് പടം ഹിറ്റായി. അത് തന്നെ വലിയൊരു ഭാഗ്യം. അവൻ്റെ ഫസ്റ്റ് പടം തന്നെ ഹിറ്റായി. ഫസ്റ്റ് പടം തന്നെ ഹിറ്റാണ്. ഹിറ്റല്ലേ? ഇല്ല, മൈക്ക് പിടിച്ചോ. സൂപ്പർ. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ.
Experience the next. മൈ ജി ആണ് ഫ്യൂച്ചർ.